ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നല്ല മഴയല്ലേ എല്ലായിടത്തും. അപ്പൊ ഇന്ന് വൈകിട്ട് ഞങ്ങള് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാനും ഏട്ടനെ എന്നെ കൂട്ടിയിട്ടാ വന്നത്. ഞാൻ ഏട്ടൻ കൂടി ഒരുമിച്ചാ വന്നത്. അപ്പൊ വരുമ്പോ തന്നെ നല്ല നാടൻ പരല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ കുറച്ച് കുമ്പളങ്ങ വീട്ടിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്മ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ വരുമ്പോഴത്തേനും അതെല്ലാം വെട്ടി നുറുക്കിയിട്ട് എന്തായാലും അടുപ്പത്ത് കയറ്റിയിരിക്കുന്നു കേട്ടോ. അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചട്ടിയിലെല്ലാം ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി തീ എന്തായാലും അടുപ്പിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഉപ്പൊന്നും ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ കല്ലുപ്പും ഉണ്ടായിരുന്നു, പൊടിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു എന്നറിയോ? എന്നാ ഉപ്പൊക്കെ ഒന്ന് കൊട്ടി വെക്കുക പറഞ്ഞു. പാത്രം എല്ലാം കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലേ വെള്ളം അങ്ങനെ വന്ന് വരില്ലല്ലോ എന്ന് വിചാരിച്ചു, കുപ്പിയിൽ വെള്ളം വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അത് മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. കുമ്പളങ്ങയും അല്ലെങ്കിൽ നമ്മളത് വെറുതെ വേസ്റ്റ് ആയി പോലേ. കറിയും വെക്കണം, മീന് കറിയും വെക്കണം, അതിൽ കുറച്ച് വറുക്കും വേണം കുഞ്ഞാറ്റയ്ക്ക് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുഞ്ഞാറ്റ ആ സമയം കൊണ്ട് വീട്ടിലായിരുന്നു കേട്ടോ, രാവിലെ പോയതാണ്. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഏട്ടൻ അപ്പോഴേ പോയിട്ടോ, ചായ കുടിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ എന്തായാലും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടേ അമ്മ ഇനി ഇതാ മീൻ നന്നാക്കുന്നുണ്ട് കേട്ടോ. നല്ല പരലായിരുന്നു കേട്ടോ, പക്ഷെ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. എന്നാലും നാടൻ പരലായതുകൊണ്ടേ നമ്മൾ കുറച്ച് മേടിച്ചു കേട്ടോ. 1 കിലോ തന്നെ മേടിച്ചു. എപ്പോഴൊന്നും കിട്ടാത്ത സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ അങ്ങനെ എന്തായാലും ഇനി എണ്ണയെല്ലാം കുപ്പിയിലൊക്കെ നാക്കി വെച്ച് ഇനി ഉപ്പും കൂടി കൊട്ടി വെക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി തീ ഉണ്ടായിരുന്നു അടുപ്പിൽ, എന്നാലും ഞാൻ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് ഒന്നും കൂടി ഇട്ടിട്ട് കുമ്പളങ്ങയൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ എന്തായാലും അത് വെറുതെ വേസ്റ്റായി പോവില്ലേ. അമ്മ അതാ മീൻ നന്നാക്കണം കേട്ടോ. നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തോർച്ചയും കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്തെന്നറിയാം, അമ്മ അകത്തന്നെ ഇരുന്നിട്ട് ആ മീൻ നന്നാക്കുന്നത് കേട്ടോ. ഇവിടെ ആകുമ്പോ പിന്നെ എന്താണെന്നറിയാം, പുറത്തൊന്നും പോവൊന്നുമില്ല, എന്നാലും അതെല്ലാം അടിച്ചു വാരി കളയാലോ, ചെളുക്കി എന്തെങ്കിലുമൊക്കെ പോയാലെന്ന് വിചാരിച്ചിട്ട്. നിലം ഒന്നും നേരാക്കാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ കഴുക്കായിട്ടുണ്ടെങ്കിൽ ടൈൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. വെളിയിൽ ഇറങ്ങാനും ഒരു നിവൃത്തിയില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യായിരുന്നു. അല്ലെങ്കിൽ പിന്നെ സിങ്കിൽ വെച്ചാൽ മതി. അപ്പൊ അമ്മ കുറേ നേരം നിൽക്കണ്ടേ, കാല് വേദനയും കാരണമൊക്കെ കൊണ്ട് അമ്മ പറഞ്ഞു നിന്നിട്ട് എനിക്ക് ചെയ്യാൻ വയ്യാറിട്ട് അമ്മ അവിടെ ഇരുന്നിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും എന്തായാലും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് എന്തായാലും കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് തക്കാളി മാത്രം കേട്ടോ. അമ്മ പറഞ്ഞു പുളിയൊക്കെ ഒഴിച്ച് വെക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേന് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പുളി ഒഴിച്ചില്ലേന്ന് ചോദിച്ചിട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് അമ്മ രാവിലെ തൊട്ട് തുടങ്ങിയത് അത്രേ തിരയാൻ കേട്ടോ, പുളി എവിടെ വെച്ചിരിക്കണെന്നുള്ളത് കേട്ടോ. പുളിയുടെ കുപ്പിയൊക്കെ ഞാൻ മാറ്റിയിട്ട് വേറൊരു കുപ്പിയിലേക്ക് പുളി പുതിയത് മേടിച്ചപ്പോൾ ഞാൻ പുതിയൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പാവം അത് അറിയില്ല. അമ്മ കുറേ തിരഞ്ഞു പറഞ്ഞു. പക്ഷെ എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു, എല്ലാം ഇത് വെക്കുന്ന സൈഡിൽ തന്നെ കേട്ടോ. അപ്പൊ നമുക്ക് റാക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ വീതനയുടെ മുകളിൽ തന്നെ വെക്കാറ്. പക്ഷെ കുപ്പി മാറിയോണ്ട് അമ്മയ്ക്കാണെങ്കിൽ കണ്ണ് പിടിക്കാത്തതുകൊണ്ടൊക്കെ കുറെ തെരഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, ഒരു തക്കാളി ഇട്ടിട്ട് അങ്ങനെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ. അധികം വെള്ളത്തിലൊന്നും വെച്ചില്ല, ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറെ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആയി പോവില്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ രാത്രിക്ക് കൂട്ടും ചെയ്യാം. പിന്നെ മീൻകറി വെച്ചാൽ നമുക്ക് നാളേക്ക് എടുത്തു വെക്കാലോ. അപ്പൊ നാളെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ അങ്ങനെ അമ്മയുടെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പൊ രാവിലെ അമ്മ അന്ന് ഹോമിയോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടേക്ക് പോയപ്പോൾ ആരോ നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളെയൊക്കെ കണ്ടു, സംസാരിച്ചു, പഴയ നമ്മുടെ ആൾക്കാരെയൊക്കെ കണ്ടു. അവിടെ വീട്ടിലിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കൂട്ടങ്ങളൊക്കെ കൂടുകയാണേ. എന്നോട് ഓരോന്ന് പറയാണ്, കണ്ടു, കുട്ടികളെ കണ്ടു, അങ്ങനെ ആ ചേച്ചിയെ കണ്ടു, ഇവരെ കണ്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ കൂട്ടങ്ങൾ കൂടുക കേട്ടോ. തോട്ടിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയാണ്, മഴയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക. എന്താണെന്ന് വെച്ചാൽ മഴയാണ്, നമുക്ക് മഴയുടെ തുള്ളി വീഴുന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കനമഴയാണ് പെയ്യുന്നത്. രാത്രിയൊക്കെ പെയ്യുന്ന മഴയ്ക്ക് നല്ല കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിച്ചിങ്ങനെ ഇരമ്പി വരുമ്പോൾ നമുക്ക് നല്ല ഭയം തോന്നും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പരലി മീനൊക്കെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. ഇനിയിപ്പോൾ ഇതിലൊക്കെ ഇനി കറി വെക്കേണ്ടത് വേറെ, മസാല പുരട്ടി വറക്കേണ്ടത് വേറെയൊക്കെ ആക്കി വെക്കണം. അപ്പൊ അങ്ങനെ കുപ്പികളെല്ലാം കഴുകി ഞാൻ എന്തായാലും ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങി വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വാർന്നിട്ട് പിന്നെ ഉണക്ക തുണിയും കൊണ്ട്, അതായത് തോർന്ന തുണിയിലെ കോട്ടൺ തുണിയും കൊണ്ട് തുടച്ചിട്ട് ഞാൻ എന്തായാലും ഇട്ടു. പിന്നെ കുറെ നേരം മാറ്റി വെക്കാൻ പറ്റില്ല, ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ, കഴിഞ്ഞിരിക്കുകയായിരുന്നു. ശരിക്ക് നമുക്ക് വീട്ടിലെ ഉപ്പും കടുകും എന്താ പറയാ കഴിയാനേ പാടില്ല, കുപ്പി കാലിയാവാനേ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെച്ചു, പിന്നെ പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കുപ്പികളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴും തന്നെ ഉപ്പ് മേടിക്കാൻ എല്ലാ സാധനങ്ങളും മേടിച്ചു കേട്ടോ. ഉപ്പ് മേടിക്കാൻ മറന്നുപോയി ഞാൻ. ആദ്യം അതെടുക്കണം, പിന്നെ അവിടെ ചെന്നപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് ഇങ്ങനെ ഓർമ്മ വെച്ച് ഇങ്ങനെ എടുക്കുന്നത് ഞാൻ ലിസ്റ്റ് ഒന്നും ഇടാതെ പോയത്. അതെനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ.
അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും ഓരോന്ന് എടുത്ത് ഇങ്ങനെ ഇടുന്നതിന്റെ ടൈമിൽ ഞാൻ ഉപ്പ് മറന്നുപോയി. പിന്നെ വീട്ടിൽ വന്ന് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊട്ടി വെക്കുമ്പോഴേ അയ്യോ ഉപ്പ് മേടിച്ചില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ. അപ്പൊ ഇനി അങ്ങനെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പൊക്കെ മേടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അമ്മ ഇതാ മീനൊക്കെ നന്നാക്കി. ഇനിയിപ്പോൾ വറുക്കാനുള്ളത് വേറെ, പിന്നെ അതേപോലെ തന്നെ കറി വെക്കേണ്ടത് ചെറുതായി നുറുക്കാനൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അമ്മ അതൊക്കെ നുറുക്കി വൃത്തിയാക്കി. മോളില്ലാത്തതുകൊണ്ടേ അവളിനിപ്പോൾ എന്തായാലും വൈകിട്ടാ വരുള്ളൂ കുഞ്ഞാറ്റ. ഞാനിനി കറിയും കൂടി ഒന്നും ആയിട്ടുണ്ടെങ്കിൽ ബാക്കി മീൻ കറിക്കുള്ളത് പുളിയൊക്കെ വെള്ളത്തിലിടണം കേട്ടോ. പുളി വെള്ളത്തിലിടണം, ഇഞ്ചിയും വെളുത്തുള്ളി അതൊന്ന് നന്നാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് നുറുക്കി എടുത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പണി ഒരുങ്ങിട്ടോ. തന്നെ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ വീടിനകത്തായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മഴയും കാര്യങ്ങളൊന്നൊക്കെ അങ്ങനെ ഒരുപാടൊന്നും വെളിക്കൊന്നും ഇറങ്ങേണ്ട ഒരു ആവശ്യം വരാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ. മറന്നതല്ല, അപ്പോൾ ഓരോ തിരക്കിട്ടോ. നല്ല മഴ പെയ്തു, തുണികളൊക്കെ ഷെഡിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം കുറച്ച് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ. അപ്പൊ എന്നാൽ നമുക്ക് പിന്നീട് അലക്കണതൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചും കൊണ്ട് അങ്ങനെ ചെയ്തു കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കി നമ്മൾ അങ്ങനെ എന്തായാലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം കുമ്പളങ്ങക്കറി ആയ സമയത്ത് എന്ത് ചെയ്തു എന്നറിയാം. പിന്നെ വേഗം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഉലുവയൊക്കെ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം കൂടി ഇട്ട് നമ്മളതിൻ്റെ മൂത്ത് വരണം. അത് മൂത്ത് വന്നിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ കുറവായിരുന്നു മഴയൊക്കെ കാരണേ. അപ്പോൾ ഇന്ന് നേരത്തെ അല്ല, എന്നാലും ഒരു 5 മിനിറ്റ് നേരത്തെയൊക്കെ ഇറങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞാനൊരു ആഴ്ചയായിട്ടും കൂടെ വന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ട് പിന്നെ മീൻ മേടിക്കാൻ പോയി. തച്ചമ്പാറ താഴെ ഞങ്ങൾ മീൻ മേടിക്കാറ് എപ്പോഴും കേട്ടോ. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് നാടൻ മീനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാനും അതുപോലെ ഉണ്ടെങ്കിൽ അവർ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. ഏട്ടനെ നല്ല പരിചയമുള്ളതുകൊണ്ടൊക്കെ. അപ്പം അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് വന്നു. ഇനി ചട്ടി എൻ്റെ എപ്പോഴത്തെ ഒരു ഹോബി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എപ്പോഴും നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ എനിക്ക് തീ കൂടി പോകും. അപ്പോൾ ചട്ടിയിൽ നിന്ന് നമുക്ക് മസാലകളൊക്കെ കരിഞ്ഞു പോയാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളിയിൽ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഇളക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ അങ്ങനെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ, ചിലപ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് മാത്രം അതെല്ലാം മസാലകളൊക്കെ കരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടോ. ഞാൻ അങ്ങനെ ഇറക്കി വെച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് അടുപ്പത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഇത്ര കരിഞ്ഞു പോയില്ലായിരുന്നു എന്ന്. എന്നിട്ട് നോക്കുമ്പോൾ ചട്ടി ഇങ്ങോട്ട് ഇറക്കി വെച്ചോക്കുമ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് അങ്ങനെ 4 സൈഡും എണ്ണയുടെ 4 സൈഡ് കിടക്കുന്നതെല്ലാം കരിഞ്ഞു പോയിട്ടോ. അങ്ങനെ എനിക്കൊരു ദിവസം അബദ്ധം പറ്റിയിട്ടോ. പിന്നെ തക്കാളി എല്ലാം മസാലകളൊക്കെ മൂത്ത് വന്നപ്പോൾ തക്കാളിയും കൂടി കീറിയിട്ട് പിന്നെ ഞാൻ മഴ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ കീറിയിട്ടു. ഇനിയിപ്പോൾ ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ ഇനി നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യണം. കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് മീൻകറിയൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ. പിന്നെ വറുക്കുന്ന മീനിലാണെങ്കിൽ കുരുമുളക് ഇല്ലാതെ ആരും കൂടില്ല. പിന്നെ ഞാൻ കുറച്ച് ദിവസം കുരുമുളക് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പെരിഞ്ജീരകം അല്ലെങ്കിൽ കുരുമുളക് ചേർക്കുന്നുണ്ടെങ്കിലും നമുക്ക് പെരിഞ്ജീരകം പൊടിച്ച് ചേർക്കട്ടെ. നല്ലൊരു സ്മെല്ലും അതേപോലെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ദിവസം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ, പൊടി ഉണ്ടായിരുന്നില്ല, കുരുമുളക് പൊടി കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, നമുക്ക് ഇതിന്റെ തന്നെ പെരിഞ്ജീരകം മേടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് കുറച്ച് നമുക്ക് ചൂടാക്കിയിട്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പൊ പിന്നെ കഴിഞ്ഞ ദിവസം ഏട്ടനോട് പറഞ്ഞിട്ട് നല്ല റേറ്റും കാര്യങ്ങളായതുകൊണ്ട് ഏട്ടനത് മേടിക്കാൻ ഭയങ്കര മടി കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് പൊടി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇനി അതൊക്കെ ഇട്ടിട്ടാണ് ഇനി എന്തായാലും മീൻ പൊരിക്കുന്നത് കേട്ടോ. ഒരു പച്ചമുളകും കൂടി കീറിയെടുത്തിട്ട് ലാസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നമ്മൾ ഫസ്റ്റ് പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിതെല്ലാം മസാലകളും തക്കാളിയും എല്ലാം വഴണ്ടി വരുമ്പോഴത്തേനും മുളക് പറ്റങ്ങട് പിളുന്നനായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞില്ല, അളിഞ്ഞിട്ടുണ്ടാവും, ഒന്ന് കാണാൻ പറ്റാതെ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഈ മുളക് കീറിയിട്ടത്. അപ്പൊ എന്നിട്ട് പിന്നെ പുളി ഒഴിച്ചിട്ട് നമ്മൾ നല്ല ഒന്ന് ചാറ് കുറുകി വരുമ്പോ പിന്നെ മീനിട്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇപ്പോഴും തന്നെ കേട്ടോ നമ്മളിത് വോയിസ് കൊടുക്കുന്ന ടൈമിൽ തന്നെ നല്ല മഴയാണ് കേട്ടോ, ഒരു കുറവില്ല. അപ്പോൾ ഇന്നും തന്നെ കേട്ടോ കുഞ്ഞാറ്റ പോയിരിക്കുകയാണ്, വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. ഞാൻ രാവിലെയാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത് ടൈം. അപ്പോൾ എനിക്ക് അവളില്ലെങ്കിൽ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ടൈം കിട്ടും. അവളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവളുടെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ടൊക്കെ വേണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ നമുക്ക് പറ്റില്ല. പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ട് വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയാം കാരണം
നമുക്ക് വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ കേട്ടോ ഇത്രയും ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. നെറ്റ്വർക്ക് തീരെ കിട്ടുന്നില്ല കേട്ടോ. കുറേ സമയം എടുക്കുകയാണ്. ഞങ്ങൾക്ക് ചിലപ്പോൾ രാവിലെയൊക്കെ അപ്ലോഡ് ചെയ്താൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആവും കേട്ടോ, ചിലപ്പോൾ അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി വരണമെങ്കിലൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ഒന്നരാടം ദിവസമെങ്കിലും അങ്ങനെ ആക്കാലോ എന്ന് വിചാരിച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും പറയാറും ചേച്ചിമാരൊക്കെ പറയാറുണ്ട്. എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ. മാക്സിമം ഞാൻ എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് പുളി ചാറൊക്കെ നല്ല വെറ്റി വന്നപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ടു കേട്ടോ. അപ്പോഴത്തേനും അമ്മ പോയി ഇതാ കുളിച്ച് റെഡിയായി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ നല്ല മീനൊക്കെ നല്ല തിളച്ച് വന്നപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ മീൻ പൊരിക്കും കൂടി വേണം കേട്ടോ. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്, പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഓളൊന്ന ഓപ്ഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം, എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം പറയാൻ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. നിങ്ങളില്ലെങ്കിൽ നമ്മൾ ഇവിടെ വരെ ഒന്നും എത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഇനി വരുന്ന ആളുകളാണെങ്കിൽ ശരി, നമ്മളെ മുന്നോട്ടും തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ ആളുകൾ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ ഡെയിലി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇളക്കാനൊന്നും നിന്നില്ല. ചിലപ്പോൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മീനും അല്ലെങ്കിൽ മുള്ളൊക്കെ വേറെ ആയി പോയാലോ എന്നുള്ള ടെൻഷൻ കാരണം ഞാനിപ്പോൾ എന്ത് ചെയ്തു എന്നറിയും, അതൊക്കെ വേഗം ഒന്ന് ചട്ടിയും കൊണ്ട് നിന്ന് ഇളക്കി തൂവിയിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ വീതനപ്പറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. നമുക്ക് എന്ത് പണിയെടുത്താലും അങ്ങനെയാണല്ലോ, എല്ലാ പണി കഴിയുമ്പോഴത്തേനൊക്കെ വീതനപ്പറൊക്കെ ഒരു പരിവായിട്ടുണ്ടാവും. പിന്നെ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇനി മീൻ പൊരിക്കും കൂടി വേണം കേട്ടോ. മീൻ പൊരിക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അടുക്കള പണി ഫിനിഷായിട്ടോ. ചോറ് രാവിലെ വെച്ചതുണ്ട്, പിന്നെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ നമ്മൾ ചോറുണ്ണുന്ന ടൈമിൽ അതൊന്ന് തിളപ്പിച്ച് ഊറ്റും, അല്ലെങ്കിൽ ചൂടോടെ കഴിക്കാമല്ലോ മഴ ആയതുകൊണ്ടേ. അപ്പം അതാകുമ്പോൾ നല്ല എന്താ പറയുക, ചൂടോടെ എനിക്ക് എപ്പോഴും തന്നെ നമ്മളെപ്പോഴും ഈ ചൂടോടെ എത്ര വേനൽക്കാലമാണെങ്കിൽ ശരി കേട്ടോ, ഞങ്ങൾ ഈ ചൂടോടെ കഴിച്ച് ശീലമായിട്ട് ചൂടോടെ വേണം ഭക്ഷണം. അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു തൃപ്തി ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇനി നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ ഒരു അരമണിക്കൂർ മുന്നേ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ചൂറ്റി വാർത്തത്. ഇനിയിപ്പോൾ ഗ്യാസിൽ വെക്കണം വെച്ചിട്ടാ. ഇനി ഗ്യാസ് എപ്പോൾ തീർന്നു പോകുമെന്ന് അറിയില്ല കേട്ടോ. ഗ്യാസ് തീർന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് തീർന്ന ഇനിയിപ്പോൾ എപ്പോഴൊന്നും കിട്ടൂല കേട്ടോ. ഓർഡർ ചെയ്താൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത്. എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി വന്ന് എണ്ണയൊക്കെ ഒഴിച്ചു, മീൻ ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി തീരും ചെയ്യും. പിന്നെ ബാക്കിയുള്ള പണി ഇനിയിപ്പോൾ മേല് കുളിക്കണം, അങ്ങനെ കുറച്ച് ചില്ലറ പണികളുണ്ട്. ഇനി കുഞ്ഞാറ്റ വന്നാൽ കുഞ്ഞാറ്റേനെ മേല് കുളിപ്പിക്കണം, അവൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ കഴിക്കില്ല. അതേപോലെ അവിടെ നിന്ന് മേല് കുളിച്ചിട്ടാ വരുന്നിച്ചെങ്കിൽ എനിക്ക് ഇവിടെ വന്ന പണിയൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെള്ളമൊക്കെ ചൂടാക്കി അവളെ മേലൊക്കെ കുളിപ്പിക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ ഫിനിഷായി പറയുക. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ രാത്രി ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാറും അപ്ലോഡ് ചെയ്യാറൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഇനി ഭക്ഷണമൊക്കെ ആയപ്പോൾ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റ വന്നു അപ്പോഴത്തേനും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.